നമുക്കൊരു സംതൃപ്തി ഉണ്ടാവും. എൻ്റെ മുഖത്ത് നിങ്ങൾക്കത് കാണാമല്ല. കൂറപ്പടമാണെങ്കിൽ ഞാൻ കൂറപ്പടം എന്ന് പറയും. പക്ഷേ ക്വാളിറ്റി അടുപ്പിക്കുന്നുണ്ട്. പക്ഷെ ഭയങ്കര ഭീകരമാനല്ല. പക്ഷെ നമ്മൾ എന്താ പറയുക, ഫോണൊന്നും നോക്കാണ്ട് നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്ന പടമാണ്. കൊടുക്കുന്ന പൈസ മുതലാവുന്ന സിനിമ. മലയാള സിനിമയിലുണ്ട് ഒരു കിടില ഹിറ്റാണ് ദൃശ്യം. അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ ഉണ്ട് കേട്ടോ. ഇതിൽ രഞ്ജിത്ത് സജീവ്, സണ്ണി വേൻ, നമ്മൾ ദിലീഷ് പകന്നിൽ വന്നിരിക്കുന്ന ഗോളം ഇന്ന് റിലീസാണ്. സിനിമയിലുണ്ടെന്ന് സിനിമയുടെ പ്രശ്നം ചോദിച്ചു നോക്കാം. പൈസ കൊടുത്ത പൈസയ്ക്ക് മുതലായ പടം. ത്രില്ലടിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഭയങ്കര ഭീകരമാനല്ല. പക്ഷെ നമ്മൾ എന്താ പറയുക, ഫോണൊന്നും നോക്കാണ്ട് നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്ന പടമാണ്. പ്രത്യേകം എടുത്തു പറയേണ്ടത് പെർഫോമൻസുകളാണ്. കുറേ പുതുമുഖങ്ങൾ വന്നിട്ടുണ്ട്. നല്ല പെർഫോമൻസിലുള്ള മൂവിയാണ്. നായകൻ ചേട്ടൻ നൈസായിരുന്നു. പുള്ളി മുമ്പ് മൈക്കല്ലേ ചെയ്തത്. നൈസ് പെർഫോമൻസ് ആയിരുന്നു. എന്താ ടാലൻ്റുള്ള പുള്ളിയാണ്. മിക്ക എല്ലാ ആർട്ടിസ്റ്റുകളും പുതുമുഖങ്ങളുണ്ടെങ്കിലും നല്ല അഭിനയം കാഴ്ചവെച്ച പുള്ളി ഒരു ഗസ്റ്റ് റോൾ ടൈപ്പിലാണ് വന്നത്. പക്ഷേ അത്ര വലുതായിട്ടൊന്നും തോന്നിയില്ല. പെർഫോമൻസിലുള്ള മൂവിയാണ്. ഒരു നമ്മളെ ട്രെയിലറിൽ കണ്ട പോലെ ഒരു കൊലപാതകം, പിന്നെ അതിൻ്റെ അന്വേഷണം. ഇവിടെ ഇതിൽ ഇൻവെസ്റ്റിഗേഷൻ അല്ല ത്രില്ലിങ്. ആ കൊല നടത്തിയ ഏതാണ് വളരെ ഒരു എൻഗേജിങ് ആയിട്ട് നല്ലൊരു മൂവിയാണ്. പിന്നെ വലിയ വലിയ താരങ്ങളൊന്നുമില്ല. എല്ലാം ഒരുപാട് പുതുമുഖർക്ക് ഒരുപോലെ പ്രാധാന്യം കൊടുത്തുള്ള സിനിമയാണ്. നല്ല നമുക്ക് കൊടുക്കുന്ന പൈസ മുതലാവുന്ന സിനിമ. തിയേറ്ററിൽ ഇരുന്ന് കണ്ടിരിക്കാം. നന്നായിട്ട് എടുത്തിട്ടുണ്ട് അവർ. അല്ല, ഇൻവെസ്റ്റിഗേഷൻ എല്ലാം ഉള്ള ത്രില്ലറല്ല, കൊല നടത്തിയ അതാണ് ആ ഫിലിമിൻ്റെ വളരെ രസകരമായിട്ടുള്ളത്. കാണാം. ഗോളം ചെറിയൊരു പടമാണ്. പക്ഷേ 2 മണിക്കൂർ കണ്ടിറങ്ങുമ്പോഴേ നമുക്കൊരു സംതൃപ്തി ഉണ്ടാവും. എൻ്റെ മുഖത്ത് നിങ്ങൾക്കത് കാണാമല്ല. കൂറപ്പടമാണെങ്കിൽ ഞാൻ കൂറപ്പടം എന്ന് പറയും. പക്ഷേ ക്വാളിറ്റി ഉണ്ട്. ത്രില്ലറാണ്. നമുക്ക് മലയാള സിനിമയിലുണ്ട് ഒരു കിടില ഹിറ്റാണ് ദൃശ്യം. അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ ഉണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇതിലൊരു സംഭവം നടക്കുന്നത് ആ ഓഗസ്റ്റ് എന്ന് പറയുന്ന ഒരു ഡേറ്റൊക്കെ വെച്ചിട്ട്. പക്ഷേ സിനിമ തുടങ്ങി ഫസ്റ്റ് ഹാഫൊക്കെ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു യൂഷ്വൽ ക്രൈം ആണെന്ന് തോന്നും. പക്ഷേ സിനിമയ്ക്കകത്തുള്ളൊരു ഡയലോഗാണ്, ഇതൊരു അൺയൂഷ്വൽ സ്റ്റോറിയാണ്. സത്യം അതാണ്. എന്തെന്ന് പറഞ്ഞാൽ ഇതിൽ സിദ്ദിഖ് അവതരിപ്പിക്കുന്നൊരു കഥാപാത്രമുണ്ട്. പുള്ളിയിലോട്ട് എത്തണ ഒരു സംഭവമുണ്ട്. അത് കഴിഞ്ഞ് പുള്ളി കുറേ കാര്യങ്ങൾ ഇരുന്ന് റിവീൽ ചെയ്യും. അതാണ് സിനിമയുടെ ഒരു ക്രൂഷ്യൽ പോയിന്റ്. ഇതിൽ നടൻ ഇതിനു മുമ്പ് 2 സിനിമ ചെയ്തിട്ടുണ്ട്, മൈക്കും കൽബും. കൽബ് ഞാൻ കണ്ടിട്ടില്ല. ഇതിലും പുള്ളി വലിയ പെർഫോമൻസ് ഒന്നുമല്ല. പുള്ളി ഫിസിക്കലൊക്കെ കാണിക്കാൻ വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ എക്സ്പ്രഷനൊക്കെ വരുന്ന കുറവാണ്. പക്ഷെ പടം മൊത്തത്തിൽ ഇതിൻ്റെ ഡയറക്ടറായാലും നമുക്കൊരു ക്വാളിറ്റി പടമാണ്. അതായത് BGM അതിലവർ ഉപയോഗിച്ചിരിക്കുന്ന, അതായത് നമ്മൾ ഈ ക്രൈം ത്രില്ലർ നമ്മൾ ഇരുന്നിങ്ങനെ നൂലിഴ കയറി പരിശോധിക്കും എവിടെയൊക്കെയാണ് ഇതിൻ്റെ കുറ്റം കണ്ടുപിടിക്കാൻ. അതിലവരൊരു സിനിമാപരമായിട്ട് നോക്കണമെങ്കിൽ ഒരു 80% പഴുതടച്ച മേക്കിങ്ങാണ്. കാരണം ഒരു ക്രൈം സംഭവിക്കുന്നുണ്ട്, ഒരു ആക്സിഡൻ്റാണ്, ഒരു IT കമ്പനി നടക്കുന്ന ആക്സിഡൻറ്റ്, അതൊരു ക്രൈമാണ്, കൊലപാതകമാണ്. നമ്മൾ ട്രെയിലർ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അത് ആര് ചെയ്തു എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതിലോട്ട് എത്തുന്ന കുറേ സംഭവമാണ്. അത് ഇൻട്രസ്റ്റിംഗ് ആണ്. 1% പോലും എനിക്ക് ബോറടിച്ചില്ല. ഞാൻ നല്ല രസകരമായിട്ട് കണ്ട് തീർത്തു. അതിലുള്ള ബാക്ക് സ്റ്റോറിയൊക്കെ കൊള്ളാം. എങ്ങനെയാണ് ഈ ക്രൈമിലോട്ട് എത്തുന്നതെന്നൊക്കെ. സിനിമയ്ക്ക് ഒരു സെക്കൻഡ് പാർട്ടിനൊക്കെ ഉള്ളൊരു ചാൻസ് ഉണ്ട്. അങ്ങനെയാണ് അവർ വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഒരു ചെറിയ സിനിമയാണ്. നിങ്ങൾ ട്രെയിലർ മാത്രം കണ്ടുവന്നിട്ട് ഈ സിനിമ തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരില്ല.